ഇന്ന് എന്തായാലും പറയണം. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ലിപ്സ്റ്റിക്ക് വേണോ? കുറച്ചുകൂടെ വേണോ? ഷെയ്ഡൊക്കെ കറക്റ്റ് അല്ലേ? വേണ്ട കറക്റ്റ് ആണ്. മൊത്തത്തിൽ എന്നെ നോക്കിയേ. എടി ഓക്കെ ആണെടി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്റെ പൊന്നും ഇല്ല. ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. ഓക്കെ. നീ എന്നെ നോക്കണ്ട. പിന്നെ അവൻ നിന്നെ നോക്കാതിരിക്കുന്നു. ശരിയാണ്. എനിക്ക് എന്തൊരിത്? എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യേ, കുറച്ച് റൊമാൻറ്റിക് ആവും നീ. പോരല്ലേ? തീരെ പോരാ. റൊമാൻറ്റിക് ആയിട്ട് പോരട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ ശരിയായിക്കോളും. ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. അതായിരിക്കും നല്ലത്. ക്ലാസ്സിലുണ്ട്, അങ്ങോട്ട് പോവാം. എടാ ഇവന് 2, 3 ഒക്കെയാണ്. നീ എങ്ങനെയാടാ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകുന്നത്? എന്ത് ചെയ്യാൻ, അതൊക്കെയാണ് എന്റെ കഴിവ്. ശരിയാണല്ലേ, അവന്റെ ഒരു കഴിവ്. മനുഷ്യന് ഒരാളെ വീട്ടിൽ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എന്നെ പറ്റിയാണല്ലോ. നീ കൂടുതൽ നല്ല ആളൊന്നും ആവണ്ട. പക്ഷെ ഞാൻ നിങ്ങളെ പോലെയല്ല, ഒരേ സമയം ഒന്നേ ഉള്ളൂ. എടാ ഇവനാണ് ഈ പറയുന്നത്, ഇവനൊരു കുഞ്ഞാണ്. അവന്റെ അടുത്ത് ആരും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവനിക്ക് അപ്പം ഇൻട്രസ്റ്റ് പോകും. എല്ലാ പിള്ളേരെയും പോലെയായിരുന്നല്ലേ? തെറ്റിദ്ധരിച്ച് വെറുതെ ഞാനാ മണ്ടി. എന്തായാലും പറയാതിരുന്ന നന്നായി. എടാ പക്ഷെ എനിക്ക് അവള് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ വരാറില്ലല്ലോ. ഒന്നതിന് ശേഷം ഞാനങ്ങനെ ഒരു പെണ്ണിൻ്റെ അടുത്തും ഒരിക്കലും ഒരു ഫീലിങ്സും ഉണ്ടായിട്ടില്ല. നിനക്കാ? ഒരു പക്ഷേ ഇതായിരിക്കില്ല ഇപ്പൊ ട്രൂ ലവ്. എടാ ഇവന് വരെ ട്രൂ ലവ് ആയി. ഇത് ആദ്യമായിട്ടാടാ ഇങ്ങനെ ഒരു ഫീലിങ്സ്. അപ്പൊ ഇവൻ സീരിയസ് ആണ്. അവളെനിക്ക് സ്പെഷ്യലാണ്. ഓക്കെ ആക്കണം. എടാ മുഖം മാറി ഒക്കെയാണ്. ചിലവുണ്ട് കേട്ടാ വീണാൽ. ഞാനെന്ത് മണ്ടിയാണല്ലേ? എടി എന്തോ പറ്റി? ഞാൻ ഒരുപാട് പേരെ ഫ്രണ്ടിലും മണ്ടി ആയിട്ടുണ്ട്. പക്ഷെ ലോക മണ്ടിയാവുന്നത് ആദ്യമായിട്ടാണ്. നീ കാര്യം പറയേ, എന്തോ ആയി? എടി അവൻ ഒരു ഉഡായിപ്പാണ്. നീ എന്തപ്പോ ഇങ്ങനെ പറയുന്ന? അതായത് അവനെ മറ്റേ നമ്മളെ പൃഥ്വിരാജിന്റെ സിനിമയിലെ കുഞ്ഞുഞ്ഞിനറിയാവോ? അതേപോലെ ഒരാളാണ്. എന്നുവെച്ചാ ഒരു പെണ്ണ് അവന്റെ വലയിൽ വീണ് കഴിഞ്ഞാ പിന്നെ അവന് ഇൻട്രസ്റ്റ് പോയി. നീ വിഷമിക്കാണ്ടിരിക്കേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഫിദ ഹായ്. എന്താ? എങ്ങോട്ടാ? തനിക്ക് എന്താ വേണ്ടത്? കാണുന്ന നല്ല ദേഷ്യത്തിലാണല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് തൻ്റെ അടുത്ത് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ, പെട്ടെന്ന് എന്ത് പറ്റി? അഭിനയിക്ക്, താൻ അഭിനയിക്ക്. പക്ഷെ എൻ്റെ അടുത്ത് അഭിനയിക്കണ്ട. എടോ താൻ എന്തൊക്കെയാ പറയുന്ന? തൻ്റെ ഇൻട്രസ്റ്റ് പോയി കഴിഞ്ഞാല് ഇല്ലാണ്ടാവുന്ന പെണ്ണുങ്ങളെ കൂട്ടത്തിൽ എന്നെയും പെടുത്താനാ? എടോ അത് പിന്നെ ഞാൻ എല്ലാം കേട്ടതാണ്. ഫിദ അങ്ങനെയൊക്കെ ആണ്. പക്ഷെ എനിക്ക് തൻ്റെ അടുത്ത് അങ്ങനെയൊന്നും അല്ല. എനിക്കെല്ലാം അറിയാം. ഞാൻ തൻ്റെ കാര്യത്തിൽ സീരിയസ് ആണ്. ഇൻട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത്ര ഇഷ്ടമാണ്. തന്നെ കണ്ടതിന് ശേഷം അങ്ങനെ എനിക്ക് വേറെ ആർക്കും അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല. തനിക്ക് ഇന്ന് ഞാൻ, നാളെ വേറൊരാള്, മറ്റന്നാ വേറൊരാള്. തന്നെ വിശ്വസിക്ക് പ്ലീസ്. ഞാൻ പോയാൽ തനിക്കെന്താണ്? താൻ എന്തായാലും ഹാപ്പി അല്ലേ? എനിക്ക് പോണം, മാറ. അങ്ങനെ ഇപ്പൊ മാറത്തില്ല. വഴി മാറും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. എടോ താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. മാറ. തന്നെ മനസ്സിലാക്കും പ്ലീസ്. എടോ എടോ ഡേ ദോ നോക്കിയേ. ഹായ്. എടാ നിങ്ങൾ അത്യാവശ്യം സെറ്റ് ആയതല്ലായിരുന്ന, പിന്നെന്ത് പറ്റി? എടാ അവൾ എന്നെ നല്ല തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള പെമ്പിള്ളേരെ ഞാൻ നോക്കുന്നവരാണ് അവളെ നോക്കിയിരിക്കുന്നതെന്നാണ്. പക്ഷെ ഞാൻ അവളെ കാര്യത്തിൽ നല്ല സീരിയസ് ആണ്. നോക്കുന്നുണ്ട് നിന്നെ. എന്താടാ ഒരു മാർഗം? നീ നിനക്ക് ആക്സിഡന്റ് പറ്റിയെന്നാണ്, അപ്പോൾ ഓടി വരും. ശരിയാണല്ലേ, അത് നൈസാണ്. അതൊന്ന് ട്രൈ ചെയ്താലോ? നീ പൊളിക്കുമോ? ഓക്കെ. എടി നമ്മുടെ സീനിയർ ഫസീക്കില്ലേ, ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റാ? എവിടാ? നീ വന്നേ നമുക്ക് നോക്കാം. എടാ ഇപ്പൊ എന്നെ കണ്ട ഒരു ആക്സിഡന്റ് പറ്റിയ ലുക്കൊക്കെ ഇല്ലേ? നമ്മളല്ലേ മേക്കപ്പ് ചെയ്ത്, അങ്ങനെ വരും. ഓക്കെ. അവള് വിളിക്കാൻ പോയാ? അതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്.
ഓക്കെ, ഞാൻ തുടങ്ങിയാണേ. ഇവിടെ അല്ലല്ലേ, ഇപ്പുറത്താണല്ലേ. നോക്കുന്നു. അവിടെ വന്നാ തുടങ്ങിക്കോ. നിനക്കെന്ത് പറ്റിയത്? ഫിദ, തല പൊട്ടി ചോര വരുന്നുണ്ടില്ലേ?